കൊടിയ മെയിൽ ഷാക്കിർ എംകെയുടെ കല്യാണം കൂടാൻ എത്തിയതാണ് ഞാൻ. കണ്ടാൽ ഇരട്ടകളെന്ന് തോന്നിപ്പിക്കുന്ന രണ്ട് പരട്ടകളെയാണ് ഞാൻ ആദ്യം തന്നെ കണ്ടത്. നിന്റെ ക്യാമറയിൽ ഞങ്ങളെയും ഉൾക്കൊള്ളിക്കണമെന്ന് പറഞ്ഞു തന്ന ഷെയ്ഖ് ഹാൻഡിന് എണ്ണമില്ലായിരുന്നു. ഇത് സൈഫുദ്ദീൻ, തന്റെ നീളം കാരണം ഡ്രസ് കോഡിന് തുണി തികയാത്തവൻ. ഇത് നിസാം എംകെയുടെ മെഴുകു പ്രതിമയാണെന്ന് എനിക്ക് ഒരു നിമിഷം തോന്നി. പത്തക്ക് ജ്യൂസ് തീർന്നതിനാണ് ഇത്രയും റിയാക്ഷൻ. ഇതാണ് നമ്മുടെ മണവാളൻ ഷാക്കിർ. ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഷാക്കിർ. നിക്കാഹിന് സമയമായി. മണവാളൻ എന്ന് തെറ്റിദ്ധരിച്ച് എന്നെ സ്റ്റേജിൽ കയറ്റുമോ എന്നുള്ള ഭയം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മാറി നിന്നു. ഇതിന്റെ ശബ്ദം കേട്ട് തേനീച്ച കൂടിറങ്ങിയതാണെന്ന് വിചാരിച്ച് ഓടാനിരിക്കുകയായിരുന്നു ഇവർ. കൂട്ടത്തിൽ ആദ്യം കല്യാണം കഴിച്ചതിന്റെ അഹങ്കാരമാണ് ഇവന് സ്റ്റേജിലിരുന്ന് കാണിക്കുന്നത്. നിക്കാഹ് മാത്രം നോക്കിയിരുന്നാൽ പഴംപൊരി തീർന്നു പോകുമെന്ന് കരുതി ഓടിയെത്തിയതാണിവർ. നിക്കാഹ് കഴിഞ്ഞതും സമയം കളയാതെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ ഞങ്ങളെത്തി. ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പതിവ് പോലെ ഞങ്ങൾ കസേരകളും ടേബിളുകളും എണ്ണാൻ തുടങ്ങി. അവിടുന്ന് നേരെ ഫുഡ് സെക്ഷനിലേക്കാണ് പോയത്. എനിക്കവർ നല്ല സ്വീകരണമാണ് നൽകിയത്. അൽഫാം നോക്കി വെള്ളമിറക്കുന്ന സാപ്പിയെ കണ്ട് ഞാൻ സീറ്റ് കാലിയുണ്ട് പോയി ഇരിക്കാൻ ആവശ്യപ്പെട്ടു. അവിടുന്ന് ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ടേസ്റ്റ് ചെയ്യുന്നതിനിടയിൽ വലിഞ്ഞു കയറി വന്ന് ടേസ്റ്റ് ചെയ്യാണ് ഇവർ. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് വെള്ളം ടേസ്റ്റ് ചെയ്യാനാണ്. കൊള്ളാം, എന്റെ വീട്ടിൽ കിട്ടുന്ന അതേ രുചിയാണ് ഇവിടുത്തെ വെള്ളത്തിനും. പിന്നെയും ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ട് വെള്ളം ടേസ്റ്റ് ചെയ്യാനെത്തിയതാണ് ഉബി. എന്തൊരു കഷ്ടമാണ്, സ്വന്തമായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോലും സമ്മതിക്കില്ല. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഐസ് ഉമ്പുന്നത് ജലീലിനൊരു ശീലമാണ്. ഇതും കൂട്ടി 4ാമത്തെ ഐസാണ് സാപ്പി വാങ്ങുന്നത്. അങ്ങനെ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. വാവ്, എന്തോ റൊമാൻറ്റിക് ആയിട്ടാണ് ഉബി ഐസ് ഉമ്പുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഈ പൂച്ചെടി കണ്ണിൽ കുത്തിയെന്നാണ് ജലീൽ പറയുന്നത്. സംസാരിച്ചാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലെന്ന് അൽത്തു. എന്തോ അവാർഡ് കിട്ടിയ ലാഘവത്തോടെയാണ് ഇവരൊക്കെ ഐസ് ഉമ്പുന്നത്. തന്റെ പ്ലേറ്റിലുള്ള മട്ടൻ പീസിന്റെ ഷേപ്പ് കണ്ട് ആട് ആണാണെന്നാണ് ജലീൽ ആവശ്യപ്പെടുന്നത്. രണ്ട് സൈഡിലും പിടിച്ച് ബൈക്ക് ഓടിക്കുന്നതാണോ എന്നാണ് ജലീൽ ചോദിക്കുന്നത്. ഞാൻ വൈകിപ്പോയോ, ഫുഡ് തീർന്നോ എന്നാണ് ചാച്ചു ചോദിക്കുന്നത്. മട്ടൻ തീർന്നെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാത്ത മണവാളനെ ഫോട്ടോ എടുത്തു കാണിക്കുകയാണ് അൽത്തു. ഓടിച്ചാടിപ്പോയെങ്കിലും എന്നെ മാത്രം മണവാളന് കണ്ടില്ല. ഹഗ് ചെയ്തപ്പോൾ ഷർട്ട് ചുളുങ്ങിയതിന്റെ വിഷമത്തിലാണ് ഞാൻ. ആക്രാന്തം കാരണം മട്ടന്റെ എല്ല് കുത്തിയെന്നാണ് അൻചു പറയുന്നത്. എന്റെ അതേ ഡ്രസ്സിൽ ഒരു ടീം അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നോക്കാൻ പോയതാണ് ഞാൻ. അവിടെ എത്തിയപ്പോൾ മിജ്ജു ആണെന്ന് കരുതി സംസാരിച്ചതാണ് ഞാൻ. സോറി, ആള് മാറിപ്പോയി. കാരണം മിജ്ജുവും കാറ്ററിംഗ് ടീമിനെ പോലെ ഡ്രസ് ചെയ്തിട്ടാണ് വന്നത്. ഈ ഒരു ഡ്രസ് കോഡ് യാദൃച്ഛികമായി സംഭവിച്ചതാണ്, പ്ലാൻ ചെയ്തതല്ലെന്നാണ് മിജ്ജു ആവശ്യപ്പെടുന്നത്. തന്നെ ആരും ഫോട്ടോയിൽ കൂട്ടുന്നില്ലെന്നാണ് ബാത്തി പറയുന്നത്. ഇത് എത്രാമത്തെയാണ്? ഇനി മേലാൽ സ്റ്റേജിൽ കയറി പോകരുതെന്ന് മണവാളൻ ആവശ്യപ്പെട്ടു. ഇതും കൂട്ടി 3 ബക്കറ്റ് ജ്യൂസാണ് ഇവൻ കുടിച്ചു തീർത്തത്. ചോദിച്ചപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുടിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നതിനിടയിൽ ഇതാരാ, നീലക്കുയിലാണോ എന്ന് ജലീൽ ചോദിച്ചു. നീളം കുറഞ്ഞത് കാരണം സെക്യൂരിറ്റി ഫോട്ടോ എടുക്കാൻ കയറ്റിവിട്ടില്ലെന്ന് ഷാനു. അതെ, 2 പ്രാവശ്യം ഇറക്കി വിട്ടെന്നാണ് ഷാനു പറയുന്നത്. താൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഫയർ ചെക്ക് ചെയ്ത ഓപ്പറേറ്ററിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം പൊണ്ടിക്കട്ട. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എല്ലാവരെയും നല്ല രീതിയിൽ ഊക്കിവിടാൻ പറ്റാത്തതിന്റെ വിഷമത്തിലാണ് ഞാൻ. എന്തായാലും കണ്ടുനിന്നതിന് നന്ദി. വീണ്ടും കാണാം.